ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്ക് ഐ എസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12 നവംബറിലെ ന്യൂസുകളാണ്. ഫസ്റ്റ് പ്രിവിലേജ് മോഷൻ, സെക്കൻഡ് APEC, തേർഡ് US ജോൺസ് IS, ഫോർത്ത് വൺ ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് ദ ലാസ്റ്റ് വൺ നീൽഗിരി. നമുക്ക് ഓരോ ന്യൂസുകളായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിവിലേജ് മോഷനാണ്. കോൺഗ്രസ് ചീഫ് വിപ്പ് ഈ അടുത്ത് രാജ്യസഭയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു പ്രിവിലേജ് മോഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. യൂണിയൻ കൾച്ചർ മിനിസ്റ്ററിന്റെ മുകളിലാണ് അദ്ദേഹം നാഷണൽ മോണ്യുമെന്റ്സ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചെയർപേഴ്സൺ ആക്കുന്നതിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ ഒരു പ്രിവിലേജ് മോഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 2010 പാർലമെന്റ് പാസ് ചെയ്ത നിയമപ്രകാരം വേണ്ടിവരുന്ന ഒരു എഡ്യൂക്കേഷനലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞ ചെയർപേഴ്സൺ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രിവിലേജ് മോഷൻ മുന്നോട്ട് വെച്ചത്. ഈ നാഷണൽ മോണ്യുമെന്റ്സ് അതോറിറ്റി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന മിനിസ്റ്റർ ഓഫ് കൾച്ചറിന്റെ കീഴിലാണ്. ആൻഷ്യൻ മോണ്യുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് അല്ലെങ്കിൽ അമെൻമെന്റ് ആൻഡ് വാലിഡേഷൻ ആക്ട് അല്ലെങ്കിൽ ആംസർ ആക്ട് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് ഈ പറഞ്ഞ നാഷണൽ മോണ്യുമെന്റ്സ് അതോറിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു ലോയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയാം. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് മോണ്യുമെന്റ്സ്, അതുപോലെയുള്ള സൈറ്റുകൾ, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇതെന്ന് പറയുന്നത് നാഷണൽ മോണ്യുമെന്റ്സ് അതോറിറ്റി എന്ന് പറയുന്നത്. അവർ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഈ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഏരിയാസിൽ പുതിയ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ NMA തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം NMAയുടെ ചെയർമാൻ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്. ആംസർ ആക്ട് പ്രകാരം NMAയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രൂവൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കേണ്ട ആളാണ്. ഏത് ഫീൽഡിൽ? ആർക്കിയോളജി, അല്ലെങ്കിൽ രാജ്യം, അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്, അല്ലെങ്കിൽ ആർക്കിടെക്ചർ, ഹെറിറ്റേജ്, കൺസർവേഷൻ, ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ലോ. ഈ ഒരു ഫീൽഡിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്കാണ് ഇതിന്റെ ഒരു ചെയർമാൻ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്നാണ്. സോ ഇനി നമുക്ക് പാർലമെന്റ് പ്രിവിലേജസിലേക്ക് വരാം. പാർലമെന്റ് പ്രിവിലേജസിന്റെ ഒരു ബ്രീച്ച് ആണ് ഇവിടെ ഒരു മിനിസ്റ്റർ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ബ്രീച്ച് ഓഫ് പാർലമെന്റ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ? പാർലമെന്റ് പ്രിവിലേജ് എന്ന് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ചില സെർട്ടൈൻ റൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ചില ഇമ്മ്യൂണിറ്റീസ് എൻജോയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിലുള്ള മെമ്പേഴ്സിന് ചില റൈറ്റുകളും പെർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റികളും ഒക്കെയാണ് ഈ പറയുന്ന പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇൻഡിവിജ്വലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കളക്റ്റീവ്ലി കിട്ടുന്ന ആ മൊത്തം മിനിസ്ട്രിക്കോ കാര്യങ്ങൾക്കോ കിട്ടുന്ന. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫങ്ഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ചില റൈറ്റുകളാണ് പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേതെങ്കിലും ഒരു റൈറ്റോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയോ അവർ ഡിസ്റിഗാർഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. അത്തരം അവസ്ഥേനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ്, പാർലമെന്റ് നിയമപ്രകാരം അത് പണിഷബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇപ്പൊ ഈ ഒരു മോഷൻ എന്താണ്? ഏത് ഹൗസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് ഈ പറഞ്ഞ ഏത് ഹൗസിൽ ഏത് മെമ്പർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഈ പറഞ്ഞ പ്രിവിലേജ് ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നോട്ടീസ് കൊണ്ടുവരാം. അപ്പോൾ അതിന്റെ പർപ്പസ് കാര്യങ്ങൾ അതിന് കൺസേൺഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നോക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് രണ്ടാൾക്കാരുടെ റോളാണ്. റോൾ ഓഫ് ദ സ്പീക്കറോ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർപേഴ്സൺ. ഈ പറഞ്ഞ രണ്ടാൾക്കാരാണ് ഇതിന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി നടത്തുന്നത്. അതായത് ഒരു പ്രിവിലേജ് മോഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള ഫസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്ക്രൂട്ടിനി നടത്തുന്നത് ആരാണ്? സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭ. അവർ ലോകസഭയിലാണോ രാജ്യസഭയിലാണോ എന്നനുസരിച്ചിട്ട് ലോകസഭ സ്പീക്കറോ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനോ ആണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിനെ നേരിടുന്ന, ആദ്യമായിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രിവിലേജ് മോഷൻ ഇത് പ്രിവിലേജ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാനാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രിവിലേജ് ആരുടെ മേലിലാണോ അല്ലെങ്കിൽ ബ്രീച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണോ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ള കാര്യം കൂടി എന്താണ് സംഭവിക്കുന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ കാണാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ പ്രിവിലേജ് എന്ന് പറയുന്ന റൂൾസിനെ ഗവേൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. റൂൾ നമ്പർ 222, ചാപ്റ്റർ 20 റൂൾ നമ്പർ 222 ഏതിലെയാണ്? ലോകസഭാ റൂൾ ബുക്കിലെ. അതുപോലെ തന്നെ റൂൾ 87 രാജ്യസഭാ റൂൾ ബുക്കിൽ ഈ പറഞ്ഞ 2 റൂളുകൾ പ്രകാരമാണ് പ്രിവിലേജിന്റെ റൂൾസ് കാര്യങ്ങളും ഗവേൺ ചെയ്തു പോകുന്നത്.
ആ റൂൾസ് പറയുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിന്റെ കൺസെന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സന്റേജിന്റെ കൺസെന്റ് ഉള്ള സമയം അവർക്ക് ഈ പറയുന്ന ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ പാർലമെന്ററി പ്രിവിലേജസിന്റെ ബ്രീച്ചിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ കൂടുതലേറെ സംസാരിച്ചത്. സോ വൺസ് അഗൈൻ ഞാൻ പറയാം, പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീസ് ആണ്. അല്ലെങ്കിൽ ചില സമയത്ത് എന്താണ്, ചില എക്സംഷൻസ് ആയിരിക്കും ഹൗസ് മെമ്പേഴ്സിൽ ഉണ്ടാവുന്ന ചില ഇമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ റൈറ്റ്സ് അല്ലെങ്കിൽ എക്സംഷൻസിനെയൊക്കെ ചേർത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവരുടെ കമ്മിറ്റികളോ അല്ലെങ്കിൽ അതിന്റെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഹൗസസ് ഓഫ് പാർലമെന്റിനോ എൻജോയ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പാർലമെന്ററി പ്രിവിലേജസ് ഈ പറഞ്ഞ മെമ്പേഴ്സിന് മാത്രമല്ല ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ പാർലമെന്റിന്റെ പ്രൊസീഡിങ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ലൈക്ക് അറ്റോർണി ജനറൽ അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റേഴ്സ് അവർ ഇതിന്റെ മെമ്പർ ആയിരിക്കണം നിർബന്ധമില്ല, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന ഫംഗ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാർലമെന്ററി പ്രിവിലേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പ്രസിഡന്റ് ഈ പറഞ്ഞ പാർലമെന്ററി പ്രിവിലേജസിന് ബാധകമല്ല. ഈവൻ ദോ അദ്ദേഹം ഒരു പാർലമെന്റിന്റെ ഇന്റഗ്രൽ പാർട്ട് ആണെങ്കിൽ പോലും പാർലമെന്ററി പ്രിവിലേജസ് എന്ത് ചെയ്യുന്നില്ല, പ്രസിഡന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പ്രസിഡന്റിനുള്ള ചില പ്രിവിലേജസ് എന്താണ് ആർട്ടിക്കിൾ 361 പ്രകാരവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു രണ്ടു തരം പ്രിവിലേജസ് ഉണ്ട് എന്നുള്ള കാര്യം. ആർട്ടിക്കിൾ 105 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നേരിട്ട് മെൻഷൻ ചെയ്യുന്ന രണ്ട് പ്രിവിലേജുകളാണ് കൊടുക്കുന്നത്. ഒന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ പാർലമെന്റ്, രണ്ടാമത്തെ റൈറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് പ്രൊസീഡിങ്സ്. അതായത് ആർട്ടിക്കിൾ 105 പ്രകാരം എന്താണ്, രണ്ട് പ്രിവിലേജുകൾ ഉണ്ട് അവർക്ക്. പാർലമെന്റിൽ ഫ്രീഡം ഓഫ് സ്പീച്ചും ഉണ്ട്, അതുപോലെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പബ്ലിക്കേഷൻ കൊണ്ടുവരാനുള്ള ഒരു റൈറ്റും കൂടി ആർട്ടിക്കിൾ 105 പ്രകാരം കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരം അവരെ എന്താണ്, ഫ്രീഡം ഫ്രം അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഓഫ് മെമ്പേഴ്സ് അണ്ടർ സിവിൽ പ്രോസസ്. അതായത് സിവിൽ പ്രോസസ്സിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്തോ കാര്യങ്ങളോ അതോ അതിന് 40 ദിവസം മുന്നേ വരെയോ അല്ലെങ്കിൽ 40 ദിവസത്തിന് ശേഷം വരെയോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാനോ ഡിറ്റൻഷനിൽ വെക്കാനോ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 പറയുന്നുണ്ട്. ഇനി ഇതിനെല്ലാം പ്രോപ്പറായിട്ട് കോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാളെ ഇതുവരെ എന്താണ് പാർലമെന്റ് പ്രോപ്പറായിട്ടുള്ള ഒരു ലോയോ കാര്യങ്ങളോ ഒന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, പ്രിവിലേജ് കമ്മിറ്റി എന്നതാണ്. പ്രിവിലേജ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അതായത് ഈ ഹൗസസ് ഓഫ് മെമ്പേഴ്സ് എന്തെങ്കിലും എന്താണ് പ്രോപ്പറായിട്ട് പ്രിവിലേജ് നോക്കുന്നില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യണം, ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പ്രിവിലേജ് കമ്മിറ്റി എന്ന് പറയുന്നത്. ലോകസഭാ കമ്മിറ്റിയിൽ നിന്ന് 15 ആൾക്കാർ, അതുപോലെ തന്നെ രാജ്യസഭാ കമ്മിറ്റിയിലാണെങ്കിൽ 10 ആൾക്കാരുമാണ് ഈ പറഞ്ഞ പ്രിവിലേജ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ന്യൂസ് പ്രകാരം ഒരു ബ്രീച്ച് ഉണ്ടെന്നുള്ള റിപ്പോർട്ടിന്റെ പുറത്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളിവിടെ നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിനെ പറ്റിയിട്ട് ജനറൽ ഒരു ഐഡിയ ഉണ്ടാക്കി. അവർ പറയുന്ന അപ്പോയിന്റ്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ബ്രീച്ച് വന്നത്. പിന്നീട് പാർലമെന്റിലെ ബ്രീച്ച് അല്ലെങ്കിൽ പ്രിവിലേജസിന്റെ ബ്രീച്ച് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ജനറൽ ആയിട്ട് കൊടുക്കുന്ന പാർലമെന്റ് പ്രിവിലേജസ് എന്താണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 105 അതുപോലെ തന്നെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 നമ്മൾ തീർച്ചയായിട്ടും നോക്കി വെക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി നടത്തുന്നത് ആരാണ്? രാജ്യസഭ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ലോക്സഭ സ്പീക്കർ ആണ് എന്നുള്ളൊരു കാര്യം കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ആണ്. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ കീഴിൽ വരുന്നതാണ്. സൈവാൻസ് അഗൈൻസ്റ്റ് കോൾഡ് വാർ ഇൻ ഏഷ്യ പസഫിക് എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു ഏഷ്യ പസഫിക് മീറ്റിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ന്യൂസിലാൻഡ് ആണ് ഇക്കൊല്ലം ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഫോറം നടത്തുന്നത്. അതായത് ഒരുപാട് ഇപ്പോൾ എന്താണ് 2-3 കൊല്ലങ്ങളായിട്ട് കൊറോണ വൈറസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ട്രാവൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ എന്താണ് വെർച്വൽ റിലീം തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. തീർച്ചയായിട്ടും അതിൽ APEC മെമ്പേഴ്സ് ആയിട്ടുള്ള 21 കൺട്രീസ് എന്താണ് അവരുടെ എക്കണോമിക് ഗ്രോത്തിന്, ട്രേഡിന് അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ബാരിയേഴ്സിനെ മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. APEC എന്ന് പറയുന്നത് ഒരു റീജിയണൽ എക്കണോമിക് ഫോറമാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1989 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് എന്ന് പറയുന്നത്.
അതായത് എന്താണ് തീർച്ചയായിട്ടും ആ ഒരു ഏഷ്യ പസഫിക് റീജിയനിൽ ഒരുപാട് ഇന്റർ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ വേൾഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കണം, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഹായകരമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു റീജിയണൽ എക്കണോമിക് ഫോറം ആണ് 1989 സ്ഥാപിച്ച APAC എന്ന് പറയുന്നത്. അവരുടെ എയിം എന്താണ്? ടു ക്രിയേറ്റ് ഗ്രേറ്റർ പ്രോസ്പെരിറ്റി ഫോർ ദ പീപ്പിൾ ഓഫ് ദ റീജിയൻ. എങ്ങനെയൊക്കെയാണ്? ബൈ പ്രൊമോട്ടിംഗ് ബാലൻസ്ഡ്, ഇൻക്ലൂസീവ്, സസ്റ്റൈനബിൾ, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആൻഡ് സെക്യൂർഡ് ഗ്രോത്ത് കൊടുത്തുകൊണ്ട് ഒരു റീജിയൻ എക്കണോമിക് ഇന്റഗ്രേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് APAC എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഗ്രേറ്റർ പ്രോസ്പെരിറ്റി ഫോർ ദ പീപ്പിൾ ബൈ ബാലൻസിങ്, ഇൻക്ലൂസീവ്, സസ്റ്റൈനബിൾ, ഇന്നോവേറ്റീവ് ആൻഡ് സെക്യൂർ ഗ്രോത്ത്. ഇത്തരം ടേമുകൾ, ഇൻക്ലൂസീവ്, സസ്റ്റൈനബിൾ, ഇന്നോവേറ്റീവ്, സെക്യൂർ ഗ്രോത്ത്, അത്തരം ടേമുകൾ നമുക്കൊരു മെയിൻസ് റൈറ്റിങ്ങിന് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ്? അവിടെയുള്ള എല്ലാ റെസിഡൻസിനും ഹെൽപ്പ് ചെയ്യുക. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഏഷ്യ പസഫിക് റീജിയനിലുള്ള എക്കണോമിനെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ സ്കിൽ ട്രെയിനിങ്സ് കാര്യങ്ങൾ അവർ റൂറൽ കമ്മ്യൂണിറ്റീസിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള വുമൻസിന് അവരുടെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ അവർ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ആ ഒരു എക്കണോമിനെ അവർ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? റെക്കഗ്നൈസിങ് ദി ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അവർ ഒരിക്കലും ഒരു എക്കണോമിക് ഫോറം മാത്രമായിട്ടല്ല നൽകുന്നത്. തീർച്ചയായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവർ പൂർണ്ണമായിട്ട് പഠിച്ച് അതിനു വേണ്ടിയിട്ട് കൂടുതൽ എനർജി എഫിഷ്യൻസി അല്ലെങ്കിൽ എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മറൈൻ റിസോഴ്സസ്, ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റിന് കൂടിയിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഫോറം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്, പുതിയതായിട്ട് വരുന്ന ചാലഞ്ചസ്, ആ റീജിയണൽ എക്കണോമിക് വെൽബീങ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പുതിയ ചാലഞ്ചസ് വരുന്നുണ്ട് അതിനു കൂടി അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐഡിയ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് പുതിയ ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസാസ്റ്റർ റിലൈസ്ഡ് ആകാം, അല്ലെങ്കിൽ എന്താണ് പുതിയ പാൻഡമിക്കിനെതിരെയുള്ള അല്ലെങ്കിൽ ടെററിസം, ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനും അവരൊട്ടും പിന്നാക്കമല്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. നമുക്ക് നോക്കാം, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷനിൽ വരുന്ന 21 മെമ്പർ എക്കണോമിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ, ബ്രൂണൈ ദാറുസലാം, കാനഡ, ചിലി, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ഹോങ്കോങ്, ചൈന, ഇന്തോനേഷ്യ, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മലേഷ്യ, മെക്സിക്കോ, ന്യൂസിലൻഡ്, പപ്പുവ പെറു, ദ ഫിലിപ്പൈൻസ്, ദ റഷ്യൻ ഫെഡറേഷൻ, സിംഗപ്പൂർ, ചൈനീസ് തായ്പൈ, തായ്ലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വിയറ്റ്നാം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രീസ് ഒന്ന് നോക്കുക. ചൈനയുടെ കേസ് ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, USA ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചിലി ഉണ്ട്. ഈ ഒരു റീജിയനിൽ വരുന്നത് നിങ്ങൾക്ക് ആ ഒരു വേൾഡ് മാപ്പ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു കൺട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം രീതിയിൽ പ്രിലിംസിന് ചില ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് APAC? 21 മെമ്പേഴ്സ് ഓർത്തിരിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മാപ്പിന്റെ ഫിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏഷ്യ പസഫിക് റീജിയനിൽ വരുന്ന രാജ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും മാർക്കാൻ പറ്റും. ഈ ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിയർലി 3 ബില്യൺ പീപ്പിൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേൾഡിന്റെ ഒരു 60% GDP-യും വരുന്നത് ഈ പറഞ്ഞ ഈ ഒരു APEC കൺട്രീസിൽ നിന്നാണ് എന്നുള്ളത് ഈ ഒരു ഗ്രൂപ്പിന്റെ വളരെ വലിയ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പസഫിക് റിമ്മ് കവർ ചെയ്യുന്ന ചിലി, റഷ്യ, തായ്ലാൻഡ്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു റിമ്മ് കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് US ജോയിൻസ് ISA, GS പേപ്പർ 3 കൺസർവേഷൻ ആൻഡ് പൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് ഈ പറയാവുന്ന ഒരു ടോപ്പിക് ബന്ധിപ്പിക്കാവുന്നതാണ്. ഓക്കെ, റീസെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 101ാമത്തെ മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. ഇതിന്റെ ഈ അടുത്ത കാലത്തായിട്ട് എന്താണ് ഒരു 4th ജനറൽ അസംബ്ലി ഓഫ് ISA നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ISA? ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ ട്രീറ്റി ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു കാറ്റലൈസ് സോളാർ ഗ്രോത്ത്. അതായത് ഇപ്പൊ നമുക്കറിയാം ഗ്ലോബലി ഒരുപാട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്, എനർജി സഫിഷ്യൻസിയിൽ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ഒരു സോളാർ രീതിയിലേക്ക് മാറിയാൽ മാത്രമാണ് നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം രീതിയിൽ കോസ്റ്റ് എഫക്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കൂടി ഇതിൻ്റെ അകത്തുണ്ട്, നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിനുണ്ട്. അപ്പൊ അതിലൂടെ അവർ കൂടുതലായിട്ടും ഗ്രോത്ത് കൊണ്ടുവന്ന ആ ഒരു സോളാർ ഫീൽഡിലാണ് എന്നത് ശ്രദ്ധിക്കണം. ISA എന്ന് പറയുന്ന ഒരു നോഡൽ ഏജൻസിയാണ് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്, OSOWOG എന്ന് പറയുന്ന ആ ഒരു ടേം ഓർത്തിരിക്കുക. അപ്പൊ അത് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വൺ സൺ വൺ വേൾഡ് ആൻഡ് വൺ ഗ്രിഡ്. ഓക്കെ,
ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോളാർ പവർ ഒരു റീജിയണിൽ ക്രിയേറ്റ് ചെയ്താലും അത് ബാക്കിയുള്ള ഡിമാൻഡ് എവിടെ കൂടുതലുള്ള ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡുള്ള അത്തരം സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഒരു ഐഡിയ കൂടിയാണ് ഈ പറഞ്ഞ വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരുന്നത്. ഇത് ആക്ച്വലി ഒരു ഇന്ത്യൻ ഇനീഷ്യേറ്റീവ് ആണ്. നമ്മുടെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഫ്രാൻസിലെ പ്രസിഡന്റും ചേർന്ന് 30 നവംബർ 2015 പാരീസിൽ ചില മീറ്റിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു UNFCCയും കോൺഗ്രസ് ഓഫ് പാർട്ടീസിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതിലാണ് അവരത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ഇതിൽ ഇപ്പൊ നിലവിൽ 101 മെമ്പേഴ്സ് ഉണ്ട്. ആരാണ്? 8 അവസാനമായിട്ട് ജോയിൻ ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇതിന്റെ ഒരു ഇന്ററിം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഹെഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഗുരുഗ്രാമിലാണ്. അതായത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ പ്രസന്റിൽ എവിടെയാണ്? ഗുരുഗ്രാമിലാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ബേസിക്കലി ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു കളക്റ്റീവ്ലി അഡ്രസ് കീ കോമൺ ചലഞ്ചസ് ടു സ്കെയിലിംഗ് അപ്പ് ഓഫ് സോളാർ എനർജി ഇൻ ISA മെമ്പർ കൺട്രീസ്. ISA മെമ്പർ കൺട്രീസിൻ്റെ അകത്ത് സോളാർ എനർജിയുടെ കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ചലഞ്ചുകളും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കെയിൽ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് വേൾഡ് മാപ്പ് ഒരു മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന രാജ്യങ്ങളാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഡയറക്റ്റ് മെമ്പേഴ്സ് ആണ്. അവർക്കാണ് അതിൻ്റെ അകത്ത് വോട്ടിംഗ് റൈറ്റ്സ് കാര്യങ്ങളുണ്ട്. ബാക്കി ആ പറഞ്ഞതിന്റെ പുറത്തുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇതിന്റെ മെമ്പേഴ്സ് ആവാം, പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് കാര്യങ്ങളില്ല എന്ന് മാത്രം. അങ്ങനെ ഈ പറഞ്ഞ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിൽ വരുന്ന കൺട്രീനെ സൺഷൈൻ കൺട്രീസ് എന്നോ അല്ലെങ്കിൽ സൂര്യപുത്രാസ് എന്ന് കൂടി വിളിക്കാറുണ്ട് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസീസ് ആണ്. GS പേപ്പർ 3 ടെക്നോളജി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസീസ് ഇപ്പോൾ ഇത് ഈ എടുത്തിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിമോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. ചില അതിൽ ക്രിപ്റ്റോ കറൻസീസ് എന്നുള്ള ടീം ഉണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് RBI ഗവർണർ ശക്തികാന്ത ദാസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി പറയേണ്ടായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് നോക്കുന്നത്. ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഫോർ ആർക്കൊക്കെ മാക്രോ എക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ഇപ്പൊ ഈ അടുത്ത് സുപ്രീം കോർട്ട് RBIയുടെ ഒരു ഓർഡറിനെ ഓവർടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് RBI പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസീസിന്റെ ട്രേഡിങ്സ് കാര്യങ്ങൾ ബാൻ ചെയ്യണമെന്നായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഒരു ക്രേസ്, അതായത് പണ്ട് കാലങ്ങളിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിന് വളരെ വിലയുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഇപ്പൊ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുന്നതനുസരിച്ച് ഒരുപാട് പേര് ഇതിനെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ഇതിനെ ക്രിപ്റ്റോ ക്രൈസ് എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടൊക്കെ ഇതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് RBI എന്ത് ചെയ്തു? ഇത് ബാൻ ചെയ്യണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ സുപ്രീം കോടതി എന്ത് ചെയ്തു? അതിനെ ഓവർടേൺ ചെയ്തു. നമുക്ക് നോക്കാം ഹൗ ഹാസ് ദ ഗവൺമെന്റ് റെസ്പോണ്ടഡ് സോ ഫാർ. ഇതുവരെ ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്തത്? ഗവൺമെന്റ് ഇതുവരെ പ്രോപ്പർ ആയിട്ട് ഒരു ലോ ക്രിപ്റ്റോ കറൻസീസിനെ പറ്റിയിട്ട് ഇറക്കിയിട്ടില്ല. അത് എന്താണ് ആക്ച്വലി അത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ എന്താണ് വേരിയസ് ഓഫീഷ്യൽസ് മിനിസ്റ്റേഴ്സ് ഇവരുടെ നിന്നൊക്കെ ഒരുപാട് കൺസൾട്ടേഷൻസും കാര്യങ്ങളും എടുത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം രീതിയിലുള്ള പുതിയ ലോസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈവൻ ദോ അവർ ഒരുപാട് മീറ്റിങ്ങുകൾ കാര്യങ്ങൾ നടത്തിയെങ്കിലും ഒരുപാട് ലിമിറ്റുകൾ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ പബ്ലിക് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്നതിനായിട്ട് ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട്. പ്രസന്റ്ലി ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ പാനൽ ഉണ്ട് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട്. അവർ പറയുന്നത് ഇതിനെ എല്ലാ പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസ്, ചില വെർച്വൽ കറൻസീസ് സ്റ്റേറ്റ് ഒഴിവാക്കിയതൊഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പറയുന്നത് ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസീസിന്റെ മാർക്കറ്റിലുള്ള ട്രേഡിനെ ഒരുപാട് രീതിയിൽ എന്താണ് കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ മാർച്ച് 2020 സുപ്രീം കോടതി പറഞ്ഞെന്താണ്? ബാങ്ക്സിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്ക് ഇഷ്ടപ്പെട്ട ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് RBIയുടെ 2018 ഇറക്കിയ ഇതിനെ ബാൻ ചെയ്തുകൊണ്ടുള്ള ആ ഒരു സർക്കുലറിനെ എന്താണ് ചെയ്തത്? ഓവർടേൺ ചെയ്യാണ് നമ്മുടെ ഈ പറഞ്ഞ സുപ്രീം കോടതി ചെയ്തത്. സോ ബേസിക്കലി ക്രിപ്റ്റോ കറൻസീസ് എന്താണ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം. ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസീസ് ആണ്. ഒരുപാട് എൻക്രിപ്ഷൻ ടെക്നിക്സും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കറൻസീസിന്റെ ജനറേഷനും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്താണ് ഒരുപാട് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്കിന്റെ ഇൻഡിപെൻഡൻസിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാം. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്.
ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എതേറിയം അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അതായത് ആക്ച്വലി ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസാക്ഷൻ എന്താണ്, ആ ഒരു ഗ്രൂപ്പ് 3 ആൾക്കാർക്ക് മാത്രമല്ല, ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്ക്, കിട്ടുന്ന ആൾക്ക്, അതിന്റെ ഇടയിലുള്ള ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം. ഈ ഒരു സിസ്റ്റം അത് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പൊ ആർക്കാണ് കൊടുത്തത് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ബേസിക്കലി ഉള്ള RBI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിൻ്റെ അകത്ത് എത്രത്തോളം ട്രാൻസാക്ഷൻസ് നടന്നു എന്നുള്ളതൊന്നും കിട്ടില്ല. ഇതെല്ലാം ഓരോ ട്രാൻസാക്ഷനും ഓരോ ബ്ലോക്ക് ആയിട്ടാണ് വരിക. പിന്നീട് നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, അതിന്റെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ചെയിൻ ലൈക്ക് ഫോം ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് ബേസിക്കലി പറയുന്നത്. അതായത് ഓരോ ട്രാൻസാക്ഷനും ഫിനിഷ് ചെയ്യുമ്പോൾ എന്താണ്, ഓരോ ബ്ലോക്ക് അങ്ങനെ ആഡ് ആയിട്ട് വരും. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ്ലി എന്താണ്, ഒരു ടെക്നോളജിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്രിപ്റ്റോ എന്നുള്ള ഒരു ടൈമാണ്. അതായത് ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അവിടെ ഇതും എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് എഴുതാറുണ്ട്. അതായത് അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീനിലുള്ള ആൾക്കാർക്ക് അത് എന്താണ് കൺവേ ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ഏത് ഫോണിലേക്കാണ് എത്തുന്നത് അവിടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസീസ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് RBI ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസീസിനെ അഗെയിൻസ്റ്റ് എന്നൊക്കെ നോക്കാം. 5 പോയിന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്ന്, സോവറിൻ ഗ്യാരണ്ടി. ക്രിപ്റ്റോ കറൻസീസിന് ഒരുപാട് റിസ്ക് ഉണ്ട് അത് വാങ്ങുന്ന കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച്. അതായത് അതിന് കൃത്യമായിട്ടുള്ള ഒരു സോവറിൻ ഗ്യാരണ്ടി ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ലീഗൽ ടെൻഡേഴ്സ് കാര്യങ്ങളില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വോളറ്റിലിറ്റി ആണ്. അതായത് ഇത് ചിലപ്പോൾ എന്താണ്, പെട്ടെന്ന് അതിന്റെ വിലയും കാര്യങ്ങളും കൂടാം, ചില സമയത്ത് എന്താണ് വളരെയധികം കുറയാം. അപ്പൊ അങ്ങനെ ആ ഒരു മാർക്കറ്റും ഈ പറഞ്ഞ ബിറ്റ് കോയിന്റെ റേറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഭയങ്കര വോളറ്റൈൽ ആയിട്ട് കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സെക്യൂരിറ്റിയിലും ഒരുപാട് റിസ്ക് ഉണ്ട്. അതായത് ചില സമയത്ത് എന്താണ്, അവരുടെ പ്രൈവറ്റ് കീ കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസ്വേഡ് കാര്യങ്ങളൊന്നും റീസെറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ നോർമൽ ഡിജിറ്റൽ ബാങ്കിങ് അക്കൗണ്ട്സിന്റെ അകത്ത് പാസ്വേഡ് കാര്യങ്ങൾ റീസെറ്റ് ചെയ്യുന്ന മാതിരി ഇത്തരം രീതിയിൽ എന്താണ്, നമുക്ക് റീസെറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്ത് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി റിസ്ക് ഇതിന്റെ മുകളിൽ വരുന്നുണ്ട്. അതുകൂടാതെ തീർച്ചയായിട്ടും ഇത് കമ്പ്യൂട്ടർ അത്തരം രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടും എന്ത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, മാൾവെയർ ത്രെറ്റുകൾ ഉണ്ടാവാം. അതായത് പ്രൈവറ്റ് കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ചില ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ആണെന്ന് വിചാരിക്കാം. അവർ തീർച്ചയായിട്ടും ഹാക്കിങ്ങിനോ അല്ലെങ്കിൽ മാൽവെയറിനോ കാര്യങ്ങളൊക്കെ പ്രോൺ ആയിട്ടുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്. അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, സ്റ്റിൽ ഞാൻ പറയാണ്, മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് കൂടെ നടക്കാം. കാരണം ആ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്നുള്ള ഒരു സെൻട്രൽ ഏജൻസിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മണി ലോണ്ടറിങ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഈ എന്തുകൊണ്ട് നേരിടുന്നത്, ക്രിപ്റ്റോ കറൻസീസ് കൊണ്ട് നേരിടുന്നത്. അതുകൊണ്ടാണ് RBI ഇതിനെ എതിർക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു 2019 SC ഗാർഗ് കമ്മിറ്റി. അപ്പൊ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാൻ എനിബഡി ഹൂ മൈൻസ്, ഹോൾഡ്, ട്രാൻസാക്ട് ഓർ ഡീൽ വിത്ത് ക്രിപ്റ്റോ കറൻസീസ് ഇൻ എനി ഫോം. അതായത് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് മിനിമം 1 വർഷം മുതൽ 10 വർഷം വരെ എന്ത് ചെയ്യണം, തടവ് വരെ കൊടുക്കണം എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോണിറ്ററി പെനാൽറ്റി കാര്യങ്ങൾ കൊണ്ടുവരണം. എത്രയാണോ ലോസ് ഉണ്ടാവുന്നത് അതിന്റെ 3 times ആയിരിക്കണം അവരുടെ ഉണ്ടായിരിക്കേണ്ട മോണിറ്ററി പെനാൽറ്റി എന്നുള്ളത് കൂടി ഇവര് റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ തീർച്ചയായിട്ടും ഇതിനെ മൊത്തത്തിലായിട്ട് എടുത്തു കളയാൻ പറയുന്നില്ല. ആക്ച്വലി ലൈക്ക് റിസർവ് ബാങ്ക് പറയുന്ന പോലെ ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിന്റെ മുന്നിലേക്കുള്ള ഒരു കണ്ണ് തുറക്കണം. തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൂടി അവര് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നീലഗിരി താറിനെ പറ്റി കൂടി നോക്കാം. GS പേപ്പർ 3 കൺസർവേഷൻ പൊല്യൂഷന്റെ ഭാഗമായിട്ടും വരാം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ പറഞ്ഞ ജീവികളുടെ കാര്യങ്ങൾ, എൻഡേഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളിവിടെ നോക്കുന്നത് നീലഗിരി താറിനെ പറ്റിയിട്ടാണ്. നീലഗിരി താറിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് നീലഗിരി ബെക്സ് എന്നാണ്, ഐബെക്സ് എന്നാണ്. അതുപോലെ തന്നെ ഇവർ IUCNന്റെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് നീലഗിരി താറ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവര് ഷെഡ്യൂൾ 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾ 1 ഇവരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് പ്രകാരം എന്താണ് അവർക്ക് ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ ഇതിലുള്ള ഒഫൻസസ് കാര്യങ്ങളൊക്കെ ഹയസ്റ്റ് പെനാൽറ്റീസ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മെയിൽ നീൽഗിരി താറാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ലൈറ്റ് ഗ്രേ ഏരിയ അവരുടെ മേലിൽ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ സാഡിൽ ബാഗ്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. ഇവര് തമിഴ്നാടിന്റെ, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ സ്റ്റേറ്റ് അനിമൽ ആണ്. അതുപോലെ തന്നെ ഇവര് നീലഗിരി ഹിൽസിന് എൻഡമിക് ആണ്. ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു സദേൺ പോർഷനിലാണ് ഇവരെ കണ്ടുവരുന്നത്. എസ്പെഷ്യലി തമിഴ്നാട്, കേരളത്തിൽ മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കാണുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട. ഇവർക്ക് ഒരുപാട് ത്രെറ്റുകൾ നേരിടുന്നുണ്ട്. ത്രെറ്റ് നേരിടുന്നതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹാബിറ്റേറ്റ് ലോസ് ആണ്, അതുപോലെ തന്നെ പോച്ചിങ്, പിന്നെ ഈ പറയുന്ന എനിമൽസ് എന്താണ് അവരുടെ പോപ്പുലേഷൻ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ലോക്കൽ എക്സ്റ്റൻഷന് കൂടിയിട്ടും, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും ഇവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളൊരു 5 ടോപ്പിക്സ് ആണെന്ന് ഡിസ്കസ് ചെയ്തു. ഒന്ന് പ്രിവിലേജ് മോഷൻ, പിന്നെ USA ഈ പറഞ്ഞ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്ത്, അതുപോലെ തന്നെ ഏഷ്യ പസഫിക് എക്കണോമിക് കോറിഡോർ, പിന്നെ നമ്മൾ എക്കണോമിക് കോഓപ്പറേഷൻ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത നീലഗിരി താറൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫീച്ചർ ഉപകാരമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഗ്രാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു.